ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പം ഇന്ന് നല്ല ഒരു വോൾട്ടിലിറ്റി ആയിരുന്നു മാർക്കറ്റിൽ വന്നത് അല്ലേ. നല്ല വോൾട്ടിലിറ്റി മീൻസ് നല്ല വോൾട്ടിലിറ്റി ആയിരുന്നു, ഹ്യൂജ് വോൾട്ടിലിറ്റി ആയിരുന്നു മാർക്കറ്റിൽ വന്നത്. പക്ഷേ എന്താണ് മാർക്കറ്റ് നമ്മുടെ രണ്ട് ലിക്വിഡിറ്റി ഏരിയയും, അതായത് ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ രണ്ട് ലിക്വിഡിറ്റി ഏരിയയും സ്വീപ്പ് ചെയ്തതിന് ശേഷമാണ്, അതായത് ഒറ്റ ദിവസം തന്നെ മാർക്കറ്റ് അപ്പ് സൈഡിലെ സ്വീപ്പ് ചെയ്തു, പിന്നെ ഡൗൺ സൈഡിലെ സ്വീപ്പ് ചെയ്തു. ഓക്കെ, നിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും സെയിം അതുപോലെ. നിഫ്റ്റി പക്ഷേ നമ്മൾ ഡൗൺ സൈഡിലെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തില്ല, അപ്പ് സൈഡിലെ ലിക്വിഡിറ്റിയാണ് സ്വീപ്പ് ചെയ്തത്. ഓക്കെ പിന്നെ നമുക്ക് അന്നേരം ഇനിയും എന്താണ് ഇന്നത്തെ ഒരു വോൾട്ടിലിറ്റി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് മാർക്കറ്റ് ഹ്യൂജ് വോൾട്ടൈലാണ്. അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് കയറി, ഓക്കെ, പിന്നെ മാർക്കറ്റ് ഇവിടെ നിന്ന് മാർക്കറ്റ് നമുക്ക് ഇവിടെ നിന്ന് കയറി, മാർക്കറ്റ് ഇവിടെ നിന്ന് നേരെ അതായത് ഒരു എൻ പാറ്റേൺ പോലെ, അതായത് നമുക്ക് എന്താണ് ഒരു ബുള്ളിഷ് പാറ്റേൺ പോലെ തന്നിട്ട് നേരെ എന്താണ് ഇന്നത്തെ ഡേ ലോയും സ്വീപ്പ് ചെയ്തു അല്ലേ. എന്നിട്ട് എന്താണ് പിന്നെയും ഡേ ഹൈ സ്വീപ്പ് ചെയ്തു. ഇന്ന് ആക്ച്വലി ഓപ്ഷൻ സെല്ലേഴ്സിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ദിവസമായിരുന്നു. കാരണം ഇന്ന് ഇവർ ഇന്നത്തെ ഡേ ലോ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും. പിന്നെ ഇന്നത്തെ ഡേ ഹൈ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പുട്ട് സൈഡിൽ അപ്പ് സൈഡിലോട്ട് കയറ്റും. അപ്പോൾ അങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താണ് ഇന്ന് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ഒരു ഓപ്ഷൻ സെല്ലേഴ്സ് ഇന്നൊരു ഡേഞ്ചറായിരുന്നു. പക്ഷേ ഓപ്ഷൻ ബയേഴ്സിനാണെങ്കിലോ അപ്പോൾ ഇത്രയും ഒരു അഗ്രസീവ് എൻട്രി വരുമ്പോഴത്തേക്കിനും ഓപ്ഷൻ ബയേഴ്സിനായാലും ഈ ഒരു ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ നമ്മൾ ചെറിയ ഒരു ക്വാണ്ടിറ്റിയിൽ ചെറിയൊരു സൈഡിൽ ചെറിയ പോയിൻറ്റ്സ് ക്യാച്ച് ചെയ്യുന്നതല്ലാതെ ഇത്രയും ഹ്യൂജ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എന്താണ് ഹ്യൂജ് റാലി ഈ ഒരു വോൾട്ടിലിറ്റി ക്യാച്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്, ഇനിയും ഞാൻ പറഞ്ഞ പോലെ ആ മാർക്കറ്റിൽ ഇപ്പം നിഫ്റ്റി ഓൾറെഡി ഒരു ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്. അതായത് ഇനി അപ്പ് സൈഡിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എന്താണ് ഡൗൺ സൈഡിലെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം വേണം മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് പോകാൻ. അപ്പോൾ ഇനിയും അപ്പ് സൈഡിലെന്താണ് ഇന്നത്തെ ഡേ ഹൈ മാത്രമേ ഉള്ളൂ ഒരു ലിക്വിഡിറ്റി പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ നാളത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്കപ്പോൾ ഈ ലെവൽസ് കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയതായിട്ട് ഈ നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ തന്നെ പോകാം. ഡെയിലി ടൈം ഫ്രെയിമിൽ പോകുമ്പോഴത്തേക്കിന് നമുക്ക് എന്താണ് ഇന്നത്തെ ഡേ ഹൈ വളരെ ലിക്വിഡായിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലേ. വളരെ ലിക്വിഡിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. സെയിം അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഡേ ലോയും. കാരണം ഇന്ന് പ്രീവിയസ് ഡേ ഹൈ സ്വീപ്പ് ചെയ്യുകയും ചെയ്തു, പ്രീവിയസ് ഡേ ലോ സ്വീപ്പ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത് രണ്ട്. പിന്നെ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ ഡെയിലി ടൈം ഫ്രെയിം സെയിം ആണ്. നമുക്കിനി ഒരു 1 hour ടൈം ഫ്രെയിം കൂടെ നോക്കാം. കണ്ടോ 1 hour ടൈം ഫ്രെയിമിലോ ആ ഒരു ക്യാൻഡിൽ തന്നെ എന്താണ് ആ ലോയിലും ടച്ച് ചെയ്തിട്ടുണ്ട്, ഹൈയിലും ടച്ച് ചെയ്തിട്ടുണ്ട്. സെയിം നമുക്കിനിയും വേറെ ടൈം ഫ്രെയിമൊക്കെ നോക്കിയാലും ഈ ഒരു ബുള്ളിഷ്നെസ് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ക്യാൻഡിൽ തന്നെ എൻഗൾഫ് ചെയ്തുള്ള ക്യാൻഡിൽ തന്നെ കാണാൻ പറ്റും. സോ മാർക്കറ്റിൽ ഞാൻ എന്തായാലും നാളെ ഇനിയും ഈ ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൗൺ സൈഡിലുള്ള ലിക്വിഡിറ്റി ഏരിയ അടുത്ത നെക്സ്റ്റ് ഞാൻ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്കിന് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു പ്രീവിയസ് ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ ഏതാണ്, മാർക്കറ്റ് ഇൻ കേസ് ഇപ്പം നാളത്തെ അതായത് ഇന്നത്തെ ഒരു ലോയും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അടുത്ത് സ്വീപ്പ് ചെയ്യാൻ ചാൻസ് കൂടുതലുള്ള ഏരിയ ആണ് ഏത്, നമ്മുടെ ഈ ഒരു ലെവൽ 24,964. അപ്പോൾ ഈ ഒരു ലെവലും കൂടെ നമുക്ക് മാർക്ക് ചെയ്യാം. പിന്നെ ഏതാണ്, പിന്നെ നമുക്കൊരു 15 minutes ടൈം ഫ്രെയിം കൂടെ നോക്കി കഴിയുമ്പോഴത്തേക്കിന് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്താണ് നിഫ്റ്റിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ്. നമുക്കപ്പം 15 minutesലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് നിഫ്റ്റിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ്. അപ്പോൾ അതായത് ഞാൻ നിങ്ങളുടെ ലെവൽസ് പറയാം. 25,192 അതായത് ഇന്നത്തെ ഡേ ഹൈയും, പിന്നെ 24,998 ഇന്നത്തെ ഡേ ലോയും. പിന്നെ താഴത്തെ ഒരു ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്, 24,964. ഇപ്പോൾ ഇത്രയും ഒരു ലെവൽസാണ് ഞാൻ നാളത്തേക്ക് നിഫ്റ്റി നോക്കുന്നത്. അപ്പോൾ നമുക്കിനി ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കാം. ബാങ്ക് നിഫ്റ്റി ആകുമ്പോഴത്തേക്കിനും സെയിം ഇന്നത്തെ ഡേ ലോയും ഹൈയും എല്ലാം ബ്രേക്ക് ചെയ്ത്, അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റി ആയാലും നമുക്ക് ഈ ലൈൻസ് എല്ലാം റിമൂവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു ഹയർ ടൈം ഫ്രെയിമിലെ ലിക്വിഡിറ്റി വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കിന് എന്താണ് നാളെ ഞാൻ ഇപ്പോൾ ഈ ഒരു ലെവൽ എത്രയാണ് 51,406 എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്.
ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവൽ നമുക്ക് എന്തായാലും കൺസിഡർ ചെയ്യണം. ഓക്കെ, പിന്നെ നമുക്ക് ഇന്നത്തെ ഡേ ഹൈ എത്രയാണ്? 51,368. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ലെവൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. പിന്നെ അപ്പ് സൈഡിലുള്ള ഒരു ലെവലാണ്. അപ്പ് സൈഡിൽ നമുക്ക് ഇതുകൊണ്ട് ജസ്റ്റ് മാർക്ക് ചെയ്തേക്കാം. 51,877 എന്ന് പറയുന്ന ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു ലെവലും കൂടെ മാർക്ക് ചെയ്യാം. കാരണം മാർക്കറ്റിൽ ഇത്രയും ഒരു വോളറ്റിലിറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ട്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ആ ഒരു ലെവൽസും കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. പിന്നെ ഇന്നത്തെ ഡേലോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവിടുന്ന് ഒന്ന് ബയേഴ്സ് ട്രാപ്പ് ആയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ അവിടുന്ന് ബയേഴ്സ് കയറി പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം പിന്നെ ബയേഴ്സ്. ഓക്കെ, നമുക്കപ്പോൾ ഇപ്പോൾ ഈ ഒരു ലെവൽസ് മാത്രം നോക്കിയാൽ മതി. എത്രയാണ്? 59,38 58,34. അതായത് 5900 to 51,000 എന്ന് പറയുന്നത് നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്. പിന്നെ ഇതാണ് 400 to 51,350 എന്ന് പറയുന്നതും ഒരു അപ്പ് സൈഡിൽ നല്ല ലിക്വിഡിറ്റി ഏരിയാസാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ലിക്വിഡിറ്റി ഏരിയാസ്. നമുക്ക് ഇനി 1 hour ടൈം ഫ്രെയിമിൽ നോക്കിയാലും സെയിം ഇതുപോലൊക്കെ ഉള്ളൂ നമുക്ക് വരുന്നത്. ഓക്കെ, നമുക്ക് അന്നേരം 1 hourന് പകരം നമുക്ക് 15 minutes കൂടെ നോക്കിയാലോ. ഓക്കെ, സെയിം പാറ്റേൺസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ലെവൽസിൽ വരുമ്പോൾ മാത്രമേ ഞാൻ നാളെ ഒരു എൻട്രി കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് അതായത് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഞാൻ ഇവിടുന്ന് എന്തായാലും ഒരു പുട്ട് സൈഡ് എൻട്രി ആയിരിക്കും ഞാൻ നോക്കുന്നത്. കാരണം താഴത്തെ ഒരു ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു ഏരിയ ആയിരിക്കും ഞാൻ നാളത്തെ ഒരു എൻട്രി നോക്കുന്നത്. പിന്നെ ഇൻ കേസ് ഇപ്പം നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് അല്ലെങ്കിൽ അത് ഓപ്പണിംഗ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ലോ CP ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഒരു അപ്പ് സൈഡ് എൻട്രി ആയിരിക്കും നോക്കുന്നത്. കാരണം ഡൗൺ സൈഡിലെ ലിക്വിഡിറ്റി എടുത്തിട്ട് അപ്പ് സൈഡിലെ ലിക്വിഡിറ്റി എടുക്കാൻ പ്രോബിലിറ്റി ഉണ്ട്. ഓക്കെ, സെയിം ഇതുപോലെ തന്നെ നിഫ്റ്റി ആയാലും ഞാൻ ഈ ഒരു ലെവല് CP ചെയ്തതിന് ശേഷം, അത് ഡൗൺ സൈഡ് ആണെങ്കിൽ ഞാൻ ഒരു അപ്പ് സൈഡിലോട്ട് എൻട്രി നോക്കും. ഓക്കെ, അപ്പ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഞാൻ മാർക്കറ്റിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് മാത്രമേ ഞാൻ ഒരു പുട്ട് സൈഡിൽ ഒരു എൻട്രി എടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നാളെ സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. ഓക്കെ, അപ്പം ഈ വീക്കിൽ ഫുൾ മന്ത്ലി എക്സ്പയറി ആണ്. അപ്പോൾ അതിൻ്റെ ഒരു വോളറ്റിലിറ്റി നമുക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഓൾ. അപ്പം എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.